പിടിച്ച് ജീവിക്കട്ടോ. സുഖമില്ലാത്ത ആളാ, ഉപദ്രവിക്കരുത്. സാറേ എന്നുള്ള വിളിയെ കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ്. ആ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോ നോക്കിയും കണ്ടുമൊക്കെ വളർത്തിക്കൊണ്ട് വരണം. കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിട്ട് വളർത്തിയ ചിലപ്പോ ഇതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ല. പോലീസുകാരെ ഇതുപോലെ കയറിയങ്ങ് മേയും. സർ, ഇവിടെ ഞങ്ങൾ ഈ 2 മനുഷ്യക്കോലങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ സമയത്ത് ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് കഷ്ടമാണേ. അപ്പോ അവൻ ഞങ്ങൾക്കുണ്ടാക്കി വെച്ചേക്കുന്ന ബുദ്ധിമുട്ടുകളോ? 3 ദിവസം കഴിഞ്ഞ് ആ പെങ്കുച്ചിന്റെ കല്യാണോ? സ്വർണം കിട്ടിയില്ലെങ്കിൽ ആ പെങ്കുച്ചിന്റെ അവസ്ഥ എന്താ? ആ കല്യാണം മുടങ്ങിയ ആ കുടുംബം കൂട്ടി ആത്മഹത്യ ചെയ്താ ഇതിന് വലിയ ബുദ്ധിമുട്ടായവരെ മാറില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഏറെ നോക്കണോ? ശരി സാർ. അതെ, ഓരോ മുക്കും മൂലയും നോക്കണം. അവനെ കിട്ടിയില്ലേലും വേണ്ടിയില്ല, അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണം മുഴുവൻ കിട്ടിയാലും മതി. ബാക്കി പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഗതി കേട്ടാ പുലി പുല്ലും തിന്നുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അതപ്പതിക്കുമെന്ന് ഓർത്തില്ല. കഷ്ടം. ആ, നിങ്ങളെന്തായാലും സുഹൃത്തം ചെയ്ത തന്തേ തള്ളയാട്ടോ. മരുമോൾ IAS, എവിടെ പോയാലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആവശ്യപ്പെട്ട 24 മണിക്കൂറും പോലീസിന്റെ സേവനവും കിട്ടും. ഇപ്പോ ദേ ആ മകനും ആ ഭാഗ്യം വന്നിരിക്കുക. രണ്ടും രണ്ടർത്ഥത്തിലാണെങ്കിലും കൂടെ ഉള്ളത് പോലീസാണേ. അതിനും വേണൊരു യോഗം. എല്ലാം മറിച്ചിട്ട് നോക്കണം. എവിടാ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് അറിയില്ലല്ലോ. പിള്ളേ, കണ്ടില്ലേ പോലീസ് കയറി നിരങ്ങുന്നത്? ആ ശിവാനന്ദ സ്വാമി പറഞ്ഞതിപ്പോ ശരിയായില്ലേ? നമുക്ക് ആ വഴിപാട് നടത്തണം. ഇനി ഒട്ടും വൈകിക്കരുത്. വൈകിച്ച ഇനി നമുക്ക് പലതും നഷ്ടപ്പെടും. അത് കൂട്ടത്തിലുള്ളവരാണെങ്കിലും. അവരെല്ലാം തകർക്കട്ടെ, നശിക്കട്ടെ എല്ലാം. എന്തിനാ രാഘവട്ടെ ഇങ്ങനെ അപമാനപ്പെട്ട് ജീവിക്കുന്നത്? ഒന്നവരെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കാം, അവര് തകർന്നു പോവും. 2, അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുക. ഞാനേ ഇപ്പൊ 2ാമത് പറഞ്ഞ അവസ്ഥയില. എന്റെ ഇത് മാത്രമായിട്ട് എന്റെ അരികിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കണം. നീ വിഷ്ണുട്ടാ, എനിക്കിപ്പോ ലോകം പിടിച്ചടക്കിയ അഹങ്കാരമായിട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ആഗ്രഹങ്ങൾ അതിലൊന്ന് ഇപ്പോഴൊരു നൊമ്പരായിട്ട് മാറി നിൽക്കുക. നമ്മുടെ വീട്, അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ, അമ്മയുടെ കൈവിട്ടുപോയതിൻ്റെ തീർത്ത വേദന, കണ്ണടച്ച തെളിയുന്ന ഞാൻ ഓടിക്കളിച്ചെൻ്റെ വീടാ. ആ മുറ്റത്തുനിന്ന് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടാന്നറിയോ? ചങ്കിനകത്ത് ഇപ്പോഴും ഒരു നീറ്റല. അത് മാറണമെങ്കിൽ എനിക്കത് തിരിച്ചു വാങ്ങിക്കണം. എൻ്റെ അച്ഛൻ്റെ കാൽക്കൽ എനിക്കത് വെച്ചു കൊടുക്കണം. എല്ലാം ശരിയാകും വിഷ്ണുട്ടാ, എങ്കിൽ നമ്മൾ ശരിയാക്കും. അതെ, എവിടെയോ വായിച്ചൊരു വാചകമുണ്ട്, നല്ലതാണെന്ന് തോന്നിയോണ്ട് മനസ്സിൽ കുറിച്ചിട്ടതാ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്, കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാ. ആ മുന്നോട്ടുള്ള പാതയില് നമ്മൾ ഇതെല്ലാം വെട്ടിപ്പിടിക്കും. അതിപ്പോ കണ്ടു കിട്ടിയില്ലെങ്കിലല്ലേ കേസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ.
കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അടിയും ഇടിയും ഒഴിവാക്കി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നേരാവണ്ണം നടപ്പിലാക്കാൻ. നമ്മളായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞ് ചിരിക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാ ഹസനിക എനിക്കും പറയാനുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ? എന്ന് വെച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റും അബൂബക്കറെ? സുബൈറിന്റെ അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് വരുമ്പോ മോൾ എന്തേന്ന് ചോദിക്കുമ്പോ മറുപടി നമ്മൾ കൊടുക്കണ്ടേ? സുബൈദ, ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ഈ നിക്കാഹ് അത് നൂർജഹാന്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണോ ഉറപ്പിച്ചത്? അല്ല, അത് പിന്നെ ഇഷ്ടത്തോടു കൂടിയാണോന്ന് ചോദിക്കുമ്പോ ഇത്രയൊക്കെ പ്രായമായ പെൺകുട്ടികളോട് അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് വിലയാണുള്ളത്? പിന്നെ ഈ പുരോഗമനം വാക്കുകളിൽ പറയാനേ പറ്റൂ. അതിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൽപ്പേരിനും കുടുംബ മഹിമയ്ക്കും ഒന്നും ഒരു കോട്ടവും തട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നൂർജഹാൻ എന്താ സുബൈദ പറയണത്?